ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം എടുക്കാം. 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ലീഡ് ഇൻടു ടെംപ്റ്റേഷൻ. പിശാചി ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ, പിശാചിനാൽ ഞങ്ങൾ പരീക്ഷിക്കപ്പെടാതെ, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്താതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദിവസവും പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, ഞാനും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എത്ര പേര് മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ പിശാചിൻ്റെ പിടിയിൽപ്പെടാതെ, ഞാൻ പിശാചിൻ്റെ ആലോചനയിൽപ്പെടാതെ, ഞാൻ പിശാചിൻ്റെ ആ പ്രലോഭനത്തിൽപ്പെടാതെ, പിശാചിന് ഇടം കൊടുക്കാതെ, ഓരോ ദിവസവും പിശാചിന് ഇടം കൊടുക്കാതെ ഉള്ളതായ ഒരനുഭവം എനിക്ക് തരണമേ. പിശാചിൻ്റെ അടിമയിലായി പോകാതെ, പിശാചിനെ സന്തോഷിപ്പിക്കുന്നവനായി പോകാതെ, അങ്ങനെയല്ലേ പിശാചിനെ തോൽപ്പിക്കാത്തൊരു ദിവസമാക്കണം. ദൈവമക്കളെ, നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഇന്ന് പിശാചിനെ തോൽപ്പിക്കരുത്. ദുഷ്ടനായ പിശാച് ഇന്ന് എന്നെ തോൽപ്പിക്കാൻ ഇടവരരുത്. അവൻ്റെ ഒരു ആലോചന, അവൻ കൊണ്ടുവരുന്നതായ ഒരു വാർത്ത കേട്ട്, അവൻ കൊണ്ടുവരുന്നതായ ഒരു സംഭവം കേട്ട്, അല്ലെങ്കിൽ അവൻ തരുന്ന ഒരു ആലോചന കേട്ട് ഞാൻ ആ പിശാചിൻ്റെ വലയിലായി പോകാൻ ഇടവരരുത്. ഞാൻ പിശാചിനെ തോൽപ്പിക്കാൻ ഇടവരരുത്. അവൻ എന്നെ തോൽപ്പിക്കാൻ ഇടവരരുത്. അവൻ എന്നെ വശീകരിക്കാൻ ഇടവരരുത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദിവസവും പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇതെല്ലാം നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള കാര്യമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് കർത്തൃപ്രാർത്ഥന. ആ കർത്തൃപ്രാർത്ഥനയിൽ ഒരു വരിയാണ് നാം വായിച്ചത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടതാണ്, രാവിലെയും വൈകിട്ടും അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കേണ്ടതാണ്. പിശാചിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ പോകരുതേ, പിശാചിൻ്റെ കയ്യിലേക്ക് പോകരുതേ. പിശാചിനാൽ ഞാൻ പിടിക്കപ്പെടല്ലേ, പിശാചിൻ്റെ കയ്യിലേക്ക് ഞാൻ പോകരുതേ. ജാഗ്രത, ജാഗ്രത, ജാഗ്രത. ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. പക്ഷേ നമുക്ക് ആ ജാഗ്രതയുണ്ടോ എന്ന് പറഞ്ഞാൽ, പിശാചിൻ്റെ കയ്യിലേക്ക് ഞാൻ പോകരുത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാവുന്നു, തനാരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ എങ്ങനെയാണ് പരീക്ഷ വരുന്നത് എന്ന് അവിടെ അപ്പോസ്തലൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ചു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പീൻ, പരീക്ഷയിൽ കിടത്താതെ ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. ആ വാക്കിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമേ, ഞാൻ ഒരിക്കലും രണ്ട് മനസ്സുള്ള ഒരു മനുഷ്യനായി പോകരുതേ, രണ്ട് മനസ്സുള്ള ഒരു മനുഷ്യനായി പോകരുതേ. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് മനസ്സുള്ള ഒരു മനുഷ്യനായി പോകരുത് എന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് ദൈവത്തിൻ്റെയും കൂടെ വേണം. രണ്ട്, എനിക്ക് ദുഷ്ടൻ്റെ ആലോചനയും വേണം. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അവൻ കാറ്റടിച്ച് കഴിയുന്ന തിരമാലയ്ക്ക് സദൃശനാകുന്നു. ഞാൻ രണ്ട് മനസ്സുള്ളവനായി പോകരുതേ. ഞാൻ ദൈവരാജ്യം ലക്ഷ്യമാക്കി മാത്രം ജീവിക്കുന്നവനാകണം. പ്രിയപ്പെട്ട സഹോദര, നീ ക്രിസ്ത്യാനിയാണോ? നീ മാനസാന്തരപ്പെട്ടവനാണോ? നീ കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുന്നവനാണോ? എങ്കിൽ നിന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായി ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യം മാത്രം, സ്വർഗത്തിലേക്ക് മാത്രം നോക്കുന്നവനായി ജീവിക്കുക. ഇരുമനസ്സുള്ളവനാകരുത്. അവിടെയും പദവി വേണം, ഇവിടെയും പദവി വേണം.
അവിടെയും സ്ഥാനം വേണം, ഇവിടെയും സ്ഥാനം വേണം. അവിടെയും ഉയരണം, ഇവിടെയും ഉയരണം. ഇരുമനസ്സുള്ള മനുഷ്യൻ അങ്ങനെയായി പോകരുത് എന്നാണ് പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഒറ്റ ലക്ഷ്യമുള്ളവരാകുക. 2 ലക്ഷ്യമുണ്ടാകരുത്, ഒറ്റ ലക്ഷ്യമുള്ളൊരു വ്യക്തിയാകുക. പ്രിയപ്പെട്ടവരെ, മനസാന്തരത്തിൽ ഞാൻ പഠിച്ചത് അതാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവമക്കളെ, ഞാൻ തികഞ്ഞവനെന്ന് ഞാൻ പറയില്ല, ഞാൻ തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ മനസാന്തരപ്പെട്ട് ഈ രംഗത്ത് 40 വർഷത്തോളം എത്തിയപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. 2 ലക്ഷ്യമില്ല, 3 ഇല്ല, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവരാജ്യത്തിലെത്തണം, ദൈവരാജ്യത്തിലെത്തണം, സ്വർഗരാജ്യത്തിലെത്തണം. സമാധാനമുള്ള മരണം വേണം. വാർദ്ധക്യം കിടക്കയിലായിരിക്കാം, അറിയാമല്ല. പക്ഷെ എവിടെയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ പ്രായത്തിൽ എൻ്റെ അപ്പനൊക്കെ തളർന്നു കിടക്കുക. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ദൈവരാജ്യം വേണം, എനിക്ക് സ്വർഗത്തിലെത്തണം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ദൈവമക്കളെ, ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കൂ, ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിലേക്ക് കൈമലർത്തൂ. നിങ്ങൾക്ക് സാധിക്കും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങില്ല. പ്രിയപ്പെട്ടവരെ, നന്മയും കരുണയും അവൻ്റെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരുകയും ചെയ്യും. നിങ്ങൾ ഒരു ലക്ഷ്യമുള്ളവരാകൂ, ഒറ്റ ലക്ഷ്യം. കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ പറന്നുയരുന്ന വിശന്മാരുടെ നിരയിലുള്ള ഒരാളാകണമെന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളവനാകൂ. എനിക്ക് നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കാനൊന്നുമില്ല, എനിക്ക് വേദപുസ്തകം വലിയ പരിചയമൊന്നുമില്ല, ഞാൻ വേദപുസ്തക ജ്ഞാനിയുമല്ല. പ്രിയപ്പെട്ടവരെ, പക്ഷേ എനിക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല. ആ ലക്ഷ്യത്തിൽ നിന്ന് പകരമായി ഞാൻ വേറെ ലക്ഷ്യം എടുക്കുകയുമില്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എൻ്റെ കണ്ണടയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരോടും ജീവനുള്ളവരോടും കരുണ കാണിക്കുന്ന ദൈവം എന്ന രൂത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, ഈ ലോകത്തിൽ എൻ്റെ കണ്ണടയുമ്പോൾ സ്വർഗത്തിലെ വെളിച്ചം, യേശുവിൻ്റെ വെളിച്ചം എൻ്റെ കണ്ണിന് കാണാൻ പറ്റണം. ഇന്ന് ഈ ലോകത്തിലെ വെളിച്ചം എൻ്റെ കണ്ണിൽ വരും, എന്നാൽ എൻ്റെ കണ്ണടയുമ്പോൾ ഈ ലോകത്തിലെ വെളിച്ചം കാണൂല എന്നെ. അപ്പോൾ എനിക്കൊരു വെളിച്ചം ഉണ്ടാകണം, അത് യേശുവിൻ്റെ വെളിച്ചമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഒരൊറ്റ ലക്ഷ്യമുള്ളവരാകുമോ? നിങ്ങളെ സഹായിക്കാൻ യേശുവുണ്ട്, നിങ്ങളെ ഉയർത്തിയെടുക്കാൻ യേശുവുണ്ട്. പരിഭ്രമിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം വരാത്തത് കൊണ്ടാണ്. നമുക്കെന്താണ് ഭയപ്പെടാനുള്ളത്? ദൈവമക്കളെ, തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം എടുത്തു നോക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 19-20 വാക്യം. അവിടെ ഒരു യോശിയ രാജാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. യോശിയാവ് എന്നാണ് രാജാവിൻ്റെ പേര്. 8-ാമത്തെ വയസ്സിൽ രാജാവായി. 38 കൊല്ലം അവിടെ രാജാവായി വാണു. 38 കൊല്ലം കഴിയുമ്പോൾ മരിക്കേണ്ടതല്ലായിരുന്നു, പക്ഷേ 38 കൊല്ലം രാജാവായി വാണു. 8-ാമത്തെ വയസ്സിൽ രാജാവായി 38 വർഷം രാജാവായിട്ട് വാണു. അവൻ തിരുത്തി. അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ മുമ്പോട്ട് പോയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ 19-20 വാക്യം, 19-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും, നിനക്ക് നാശം വരാൻ പോകുന്നു, നിനക്ക് പാപമുണ്ട്, നിന്റെ ദേശത്തിന് പാപമുണ്ട്, നിന്റെ ജനത്തിന് പാപമുണ്ട് എന്നെല്ലാം കേട്ടപ്പോൾ നിന്റെ മനസ്സലിഞ്ഞു, നീ തന്നെത്താനെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്തുകൊണ്ട്, എന്റെ മുമ്പാകെ കരയുകയും ചെയ്തതുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ കരഞ്ഞത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും, നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല. അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ എളിമപ്പെടുക, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുക, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ എളിമപ്പെടുക. എനിക്കെന്ത് തിരുത്താനുണ്ട്, എനിക്കെന്ത് മാറാനുണ്ട്, എനിക്കെന്ത് മാറ്റം വരുത്താനുണ്ട്, എനിക്കെന്ത് എളിമപ്പെടാനുണ്ട്. ആ യോശിയ രാജാവ് 8-ാമത്തെ വയസ്സിൽ രാജാവാണെങ്കിലും അവൻ
അവിടെ ദൈവത്തിൻ്റെ വേദപുസ്തകം കിട്ടിയെന്നാണ് അവിടെയെല്ലാം വായിക്കുന്നത്. നിങ്ങൾ വായിക്കുന്നല്ലതാ രണ്ട് പുസ്തകമൊക്കെ. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ആ കാലത്ത് കിട്ടുന്നില്ല. ഉണ്ടായിരുന്നു ആ കാലത്ത് തന്നെ. മോശയുടെ പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ദേവാലയം ഉണ്ടായി, അങ്ങനെ പലതും ഉണ്ടായപ്പോൾ വേദപുസ്തകമൊക്കെ ഉത്തരത്തിൻ്റെ മുകളിലായിപ്പോയി. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എഴുതിയവരൊക്കെ ഭക്തിയോടെ എഴുതി. മോശയും എഴുതി, കുറേയൊക്കെ പ്രവാചകന്മാരും എഴുതി, ശമൂവേൽ പ്രവാചകനും എഴുതി വെച്ചു, എല്ലാ പ്രവാചകന്മാരും എഴുതി. പക്ഷേ പിന്നീട് ദേവാലയം ഉണ്ടായി വന്നപ്പോൾ പിതാക്കന്മാരെഴുതിയ, പ്രവാചകന്മാരെഴുതിയ, ദൈവമക്കൾ എഴുതിയ വേദപുസ്തകമെല്ലാം ഉത്തരത്തിൻ്റെ ഒക്കെ മുകളിലായിപ്പോയി. കൊട്ടാരത്തിൻ്റെ ഉത്തരത്തിൻ്റെ മുകളിൽ, പള്ളിയുടെ ഉത്തരത്തിൻ്റെ മുകളിലായിപ്പോയി എഴുതിയ പുസ്തകമൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതൊക്കെ നന്നാക്കാൻ പോയി, ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോയോ എന്തൊക്കെ ചെയ്തപ്പോൾ ഇടയ്ക്കൊക്കെ താഴെ വീണ് കിട്ടി ചിലതൊക്കെ. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കാൻ തുടങ്ങി. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് യോശിയാവ് ഞെട്ടി. അവൻ തന്നെത്താൻ താഴ്ത്തി അവൻ അനുതപിച്ചു. ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ അനുതപിച്ചത് കൊണ്ട് നിനക്ക് നാശം വരികയില്ല, നിനക്ക് നാശം വരില്ല. എന്താണ് നിനക്ക് നാശം വരുന്നത്? നിനക്ക് മരണസമയത്ത് സമാധാനം ഉണ്ടാകും. അവൻ 39-ാമത്തെ വയസ്സിൽ മരിക്കുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ അവൻ അങ്ങനെയൊന്നും മരിക്കേണ്ടവനായിരുന്നില്ല. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നീട് ജനവൃത്താന്ത പുസ്തകത്തിലൊക്കെ ഉണ്ട്. ദൈവമക്കളെ, നാം ഓർക്കുക, എപ്പോഴും ദൈവജനത്തിന് മുമ്പിൽ വിറയ്ക്കുക, ദൈവജനത്തിന് മുമ്പിൽ എളിമപ്പെടുക, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ താഴ്വ മനസ്സുള്ളവരാകുക. അനർത്ഥം ഒഴിവാക്കാം. ഏത് അനർത്ഥം ഒഴിവാക്കാം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. രണ്ട് മനസ്സുള്ളവരാകരുത്. ഞാൻ എളിമപ്പെടണമോ വേണ്ടയോ? ഞാൻ ഏറ്റുപറയണമോ വേണ്ടയോ? ഞാൻ തിരുത്തണമോ വേണ്ടയോ? എനിക്ക് തെറ്റുപറ്റിയോ ഇല്ലയോ? ഞാൻ ക്ഷമ ചോദിക്കണമോ വേണ്ടയോ? ആ രണ്ട് മനസ്സ് സഹോദര നിനക്ക് വരരുത്. നിനക്കൊരു മനസ്സേ വരാൻ പാടുള്ളൂ. നീ താഴുക, നീ വിനയപ്പെടുക, നീ എളിമപ്പെടുക, ന്യായവാദത്തിന് പോകാതെ നീ എളിമപ്പെടുക. ഇരുമനസ്സുള്ളവരാകരുത് പ്രിയപ്പെട്ടവർ, ഇരുമനസ്സുള്ളവരാകരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അനർത്ഥം ഒഴിവാകും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഗോത്രപിതാവായ യാക്കോബ്, നമുക്ക് വായിച്ചു നോക്കാം. 42-ാം അധ്യായം, ഉൽപ്പത്തി 42-ാം അധ്യായം 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 36-ാമത്തെ വാക്യം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസഫില്ല, ശിമയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ. സകലവും എനിക്ക് പ്രതികൂലം. പ്രിയപ്പെട്ടവരെ, നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചത്, നല്ല ഭക്തനായ ഗോത്രപിതാവിൻ്റെ അബ്രഹാമിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബാണ്. പക്ഷേ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ എല്ലാം യാക്കോബ് കാണുന്നത് എല്ലാം എനിക്ക് അനർത്ഥമാണ്. എല്ലാം എനിക്ക് അനർത്ഥമാണ്. ഞാൻ ഭാഗ്യക്കെട്ടവനാ, ഞാൻ ഭാഗ്യമില്ലാത്തവനാ, ഞാൻ ഭാഗ്യം കെട്ടവനാ. തന്നെത്താനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ഭാഗ്യമില്ലാത്തവനാ, ഞാൻ ഭാഗ്യം കെട്ടവനാണ്. ഇതാണ് വിലയിരുത്തൽ. ഇതാണ് വിലയിരുത്തൽ. എല്ലാം എനിക്ക് അനർത്ഥം തന്നെ. ഇപ്പോൾ ഇതാ യൗസേപ്പ് പോയി, അവനെ കാണാതായിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ ഇതാ ഷെമിയെ അവിടെ ഫറവോൻ്റെ അവിടെ ആഹാരം മേടിക്കാൻ പോയതാ, അവിടുത്തെ മന്ത്രി പിടിച്ചു വെച്ചേക്കണു, അതും പോയി. എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ. ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർക്കുന്നില്ല. ദൈവം എന്തെല്ലാം ഉപകാരം ചെയ്തതായി ഗോത്രപിതാവായ യാക്കോബിന്. പ്രിയപ്പെട്ടവര്, എല്ലാം ആടിനെ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ പ്രസവിച്ച ആടുകളെല്ലാം പുള്ളിയും മറിവും ഉള്ളതിനൊക്കെ തന്നെ പറ്റൂ. ഉദ്ദേശിച്ച പോലെയൊക്കെ സമ്പത്തും ഉണ്ടായി, എല്ലാം ഉണ്ടായി. ദൈവം അനുഗ്രഹിച്ചു, എല്ലാം കൊടുത്തു. ഗോവണിയുടെ ദർശനം കൊടുത്തു, എല്ലാം ദൈവനമ്പരം കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഗോത്രപിതാവ് പറയുകയാണ്, ജീവിതത്തിലെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എല്ലാം എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്ക് പ്രതികൂലം. ദൈവത്തിന് എന്നെ വേണ്ട, ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ല. നിങ്ങൾ അനേകരുടെയും മനോഭാവം ഇതാ. പണ്ട് കാലത്ത് ദൈവം ചെയ്തതൊന്നും ഓർക്കുന്നില്ല, അതൊക്കെ ദൈവം ചെയ്തതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മനസ്സെപ്പോഴും ഇരുമനസ്സായി പോവുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് ദൈവാനുഗ്രഹം. ഒരു സ്വപ്നം കാണുന്ന ഒരു ഗോവണി കാണുമ്പോൾ അത് ദൈവാനുഗ്രഹം. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. അവിടെ ഒരു നേർച്ചയൊക്കെ നേർന്നു, അവിടെ എല്ലാം ഒരു ഒഴിപാടൊക്കെ നേരുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ അങ്ങോട്ട് മാറുമ്പോൾ അതിനർത്ഥം വരുമ്പോൾ ഉടനെ ദൈവം എനിക്ക് പ്രതികൂലം. എല്ലാത്തിലും ദൈവമക്കളെ ഒരു ഉറപ്പില്ല, ഒരു വിശ്വാസിയല്ല, ഒരു വിശ്വാസത്തിലേക്ക് വരുന്നില്ല. അപ്പോഴപ്പോഴുണ്ടാകുന്നതായ
ആ നന്മകളെയും തിന്മകളെയൊക്കെ വിലയിരുത്തി ഇങ്ങനെ ഒരു ആത്മീയമാണ്. വിശ്വാസിയാവുന്നില്ല. അപ്പോഴപ്പോഴുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ കണക്കാക്കി ഇപ്പോൾ ഞാൻ ഭാഗ്യവാനാണ്, ഇപ്പോൾ എനിക്കത് കിട്ടി, നാളെ അത് അനർത്ഥം വരുമ്പോൾ അത് ശരിയല്ല, അപ്പോൾ എനിക്ക് ദൈവം പ്രതികൂലം. ദൈവമക്കളെ, നിങ്ങളങ്ങനെ ഒരു ഇളകുന്ന മനസ്സോടെയാണോ പോണത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്നു, അതിനെയൊന്നും വിലയുള്ളതായി കാണുന്നില്ല. പക്ഷേ ഇപ്പോഴെനിക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് ദൈവം എല്ലാം എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്ക് പ്രതികൂലം. കാരണം അവൻ എപ്പോഴും ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ദൈവകൃപ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നില്ല യാക്കോബ്. എപ്പോഴും തൻ്റെ ബുദ്ധി കൊണ്ടാണ് ജീവിക്കണതൊക്കെ. തൻ്റെ തന്ത്രം, തൻ്റെ കുതന്ത്രം, തൻ്റെ ബുദ്ധി, തൻ്റെ കൗശല ബുദ്ധി, എല്ലാത്തിലും. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ആത്മീയ രംഗത്തുമുണ്ട്, ദൈവവേലയുടെ രംഗത്തുമുണ്ട്. അവരുടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, അവരുടെ സാമർഥ്യമാണ് ഉപയോഗിക്കുന്നത്, അവരുടെ കഴിവാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എല്ലാം വിജയിക്കുമ്പോഴും അത് അവരുടെ കഴിവാണ്, അത് അവരുടെ സാമർഥ്യമാണ്, അത് അവരുടെ നന്മയാണ്. എല്ലാ നേട്ടങ്ങളും തൻ്റേതാണ്, എൻ്റേതാണ്. ദൈവം തന്നതായിട്ടൊന്നുമില്ല, ദൈവം തന്നതായിട്ടല്ല. എല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണോ? ദൈവമക്കളെ, ഒരിക്കലും വരുത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ ഒരിക്കലും നോക്കരുത്. ദൈവം തരുന്നത്. ഗോത്രപിതാവിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് കാണാം. അങ്ങനെ അങ്ങ് പോയി യാക്കോബാണ് പിന്നീട് യാബോക്ക് കടവിൽ വന്ന് അവിടെ മുടന്തനായിട്ടൊക്കെ മാറുന്നു, ദൈവമായിട്ട് അവിടെ മല്ല് പിടിച്ച്. അതൊരു ഇരുണ്ട കാലഘട്ടമാണ് യാക്കോബിൻ്റെ. പക്ഷേ യാക്കോബ് എല്ലാം പ്രതികൂലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കൂ, യാക്കോബിൻ്റെ മകനാണ് യൗസേപ്പ്. യൗസേപ്പ് ഒരു തെറ്റും ചെയ്യാതെ അവനെ സഹോദരന്മാർ വിറ്റു. അവൻ പൊത്തീഫേറിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെയും ഒരു തെറ്റും ചെയ്യാതെ പിശാച് അവനെ പരീക്ഷിച്ചു. അവന് പ്രലോഭനത്തിൽപ്പെട്ടു. ആ യൗവനക്കാരനെ ഒരു സ്ത്രീ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു. പരീക്ഷയിലേക്ക് അവനെ പിശാച് അതുപോലെ ആ സ്ത്രീ കൊണ്ടുവന്നു. അവൻ അവിടെ ഉറച്ചു നിന്നു. ദൈവത്തിൻ്റെ വിളി, എൻ്റെ മേലുള്ള ദൈവവിളി നഷ്ടമാകരുതെന്നുള്ള ലക്ഷ്യത്തോടെ ആ യൗസേപ്പ് അവിടെ ഉറച്ചു നിന്നു. ആ പാപത്തിൽ വീണില്ല. പ്രിയപ്പെട്ടവർ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് ഒരുപക്ഷെ അന്ന് യൗസേപ്പും പ്രാർത്ഥിച്ചു കാണും. പക്ഷേ പ്രവേശിച്ചു. പരീക്ഷ വന്നു. പക്ഷേ യൗസേപ്പ് അവിടെ തോറ്റില്ല, ആ പ്രലോഭനത്തിൽ തോറ്റില്ല. നമുക്കറിയാം, പിന്നീട് തടവിലേക്ക് പോയി. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് സഹോദരന്മാർ തള്ളിക്കളഞ്ഞു, ചെയ്യാത്ത കുറ്റത്തിന് യജമാനൻ്റെ ആ വീട്ടുടമസ്ഥൻ തള്ളി. അങ്ങനെ ഫറവോന്റെ കൊട്ടാരത്തിൽ അവിടെ അടിമയായി കിടക്കുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് ഈ യാതനയെല്ലാം അനുഭവിക്കുമ്പോൾ, ഈ യാക്കോബിൻ്റെ മകനായ യോസേപ്പ് എങ്ങനെ പറഞ്ഞെന്നറിയാവോ? തൻ്റെ കഷ്ടതകളെ നോക്കി യോസേപ്പ് എന്താ പറഞ്ഞെന്നറിയാവോ? 39-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി 39-ാം അധ്യായം അതിൻ്റെ 20, 21, 23 വാക്യമൊക്കെ ഒന്ന് വായിക്കാം. അപ്പൻ കാണുന്നത് എങ്ങനെയാ? എല്ലാം എനിക്ക് പ്രതികൂലം, ദൈവം എനിക്ക് അനുകൂലമല്ല, എല്ലാം എനിക്ക് പ്രതികൂലം. എന്നാൽ ഈ യാക്കോബിൻ്റെ മകനായ യൗസേപ്പ് തൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? 20-ാമത്തെ വാക്യം വായിക്കാം. 39-20. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവരെ കാരാഗ്രഹത്തിലാക്കിയപ്പോഴും എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് യോസേഫ് പറയുന്നില്ല. എല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് പറയുന്നില്ല. ദൈവം അവനോട് കൂടെ ഇരുന്നു. അടുത്ത ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ദൈവം അവന് മനുഷ്യന്റെയും കൃപ കിട്ടി, ദൈവത്തിന്റെയും കൃപ കിട്ടി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പനും പ്രതികൂലം, മകനും പ്രതികൂലം. അപ്പന് പ്രതികൂലം വരുമ്പോൾ അപ്പൻ എല്ലാം എനിക്ക് പ്രതികൂലം 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 എന്ന് പറഞ്ഞല്ലേ വിളിക്കുന്നു. എന്നാൽ മകനായ യോസേപ്പോ എല്ലാ പ്രതികൂലങ്ങളും അനുഭവിച്ച് ചെയ്യാത്ത കുറ്റത്തിന് അടിമയായി, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുമ്പോഴും ദൈവം അവനോട് കൂടെയിരുന്നു. യോസേപ്പ് എന്താ പറയുന്നത്? എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ
ദൈവമുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ പറയുക, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കൂടെ മനുഷ്യരാരുമില്ല, പിന്നെ എൻ്റെ കൂടെ ആരുണ്ട്? ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏകാന്തതയിൽ പീഡ അനുഭവിക്കുമ്പോൾ, തല്ലുകൊള്ളുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ യൗസേപ്പ് പറഞ്ഞ വാക്കാ പറയേണ്ടത്. മനുഷ്യരാരും കൂടെയില്ല, എന്നാൽ ദൈവം എൻ്റെ കൂടെയുണ്ട്. വലിയവനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ ആ യാക്കോബ് പിന്നീട് നമ്മൾ പോകുമ്പോൾ 46-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. 46-30 വായിച്ചു നോക്കാം. അവിടെ എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 46-30. ഇസ്രായേൽ യോസേഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ ആള് ഇപ്പോൾ പറയുക, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോൾ ഒന്നും എനിക്ക് പ്രതികൂലമല്ല. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ മരിക്കാനും തക്കതായൊരു മനസ്സെനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രതികൂലത്തിന് നടുവിൽ ഇളകിപ്പോയ യാക്കോബ് ഇപ്പോൾ ഉറപ്പുള്ള യാക്കോബായി മാറുകയാണ്. കാരണം എന്താണ്? കാരണം? പ്രത്യേകിച്ച് വല്ലതും കിട്ടിയിട്ടാണോ? അല്ല, വിശ്വാസിയായ മകന്റെ മുമ്പിലെത്തി. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയുടെ അടുക്കലെത്തിയപ്പോൾ അപ്പനും വിശ്വാസിയായി. പ്രിയപ്പെട്ടവരെ, വിപ്പനും വിശ്വാസിയായി. പ്രിയ ദൈവമക്കളെ, വിശ്വാസമുള്ളവരോടുകൂടെയാണ് നാം കൂടേണ്ടത്. വിശ്വാസികളോടുകൂടെ നാം കൂട്ടായ്മ ആചരിക്കേണ്ടത്. വിശ്വാസികളോടുകൂടെ കൂടുക. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം നമുക്ക് വായിച്ചാൽ കാണാം. അതിൻ്റെ 23-ാം അധ്യായം 16-ാമത്തെ വാക്യം. വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ അത് നിങ്ങളെ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കും, നിരാശയിൽ നിന്ന് വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആകുലങ്ങൾ നിങ്ങളെ വിടുവിക്കും. വിശ്വാസികളുമായുള്ള കൂട്ടായ്മ നമുക്ക് നോക്കാം. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി, അവനോട് ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ യോനാഥാൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ദാവീദിനെ ബലപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളോട് കൂടെ കൂടിയപ്പോൾ ദാവീദിനും വിശ്വാസം വർദ്ധിപ്പിച്ചു കിട്ടി. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ വരും. അവിടെയാണ് നമ്മുടെ വിശ്വാസം. കാർമേഘം കാണുമ്പോൾ എല്ലാം പ്രതികൂലമെന്ന് കാണുകയല്ല. ദാവീദിന്റെ ജീവിതത്തിലേക്ക് സിംഹം വന്നു, കരടി വന്നു, അവിടെ ഒരു ഗോലിയാത്ത് വന്നു. അതെല്ലാം ദാവീദ് അവസരമായി കണക്കാക്കി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തകർച്ചകളെയും തോൽവികളെയും എല്ലാം ദൈവത്തോട് കൂടുന്ന ജീവിതത്തിന് അവസരമായി കണക്കാക്കുക. ഇതെല്ലാം ദൈവം തരുന്ന വളരാനുള്ളൊരു അവസരമാണ്, ശക്തനാകാനുള്ള അവസരമാണ്, ഹൃദയം ഏകാഗ്രമാക്കാനുള്ള അവസരമാണ്. എപ്പോഴും നമുക്കൊരു നിലപാട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ പരീക്ഷയും വരും. കർത്താവായ യേശു സ്നാനമേറ്റു യോർദാൻ നദിയിൽ നിന്ന് എഴുന്നേറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൻ ലോകത്തിന്റെ പാപത്തെ വിജയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നുള്ളതായ ആ ദൈവ വിളി അവന്റെ മേൽ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീയമായ നിലപാടുകൾ വരുമ്പോൾ നമ്മളെ തകർക്കാൻ പിശാച് വരും. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് അവനെ വിരൽ ചൂണ്ടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവനെ തകർക്കാൻ പിശാച് വന്നു. ദൈവമക്കളെ, എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ നിലപാടുകൾ എടുക്കുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പ്രശ്നം വരും. എവിടെ നിന്ന് പ്രശ്നം വരും. പക്ഷേ നാം പ്രശ്നങ്ങളിൽ തകർന്നു പോകുകയല്ല വേണ്ടത്. എന്തുകൊണ്ടാണ് പരീക്ഷ വരുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ, പരീക്ഷകൾ വരേണ്ടത് ആവശ്യം തന്നെ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളെ ബലപ്പെടുത്താനാണ്, നമ്മളെ ശക്തിപ്പെടുത്താനാണ്, നമ്മളെ ഉറപ്പുള്ളവരാക്കാനാണ്, നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നതെന്ന് ഉറപ്പുള്ളവനാക്കാൻ വേണ്ടിയാണ് ഓരോ പരീക്ഷകൾ വരുന്നത്, ഓരോ പ്രയാസങ്ങൾ വരുന്നത്. എല്ലാം ദൈവമക്കളെ, യാക്കോബിനെ പോലെ എല്ലാം എനിക്ക് പ്രതികൂലമെന്നല്ല പറയേണ്ടത്. യൗസേപ്പിനെ പോലെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ വിശ്വാസിയായ മകൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഗോത്രപിതാവായ യാക്കോബ് പറഞ്ഞു, ഇനി എനിക്ക് മരിച്ചാലും മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസികളാകൂ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കൂ, നിങ്ങൾ ഉറപ്പുള്ളവരാകൂ. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ വരട്ടെ, രണ്ട് മനസ്സുള്ളവരാകരുത്.
ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ, ഒരേ ഒരു ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. അതെന്താണ്? എനിക്ക് നിത്യജീവൻ വേണം. ഇനിയും ധാരാളം പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. പരീക്ഷകൾ പിശാച് നമ്മളെ പരീക്ഷിക്കും, മനുഷ്യർ നമ്മളെ പരീക്ഷിക്കും, പിശാച് പരീക്ഷിക്കും, ദൈവം നമ്മളെ പരിശോധിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ബന്ധം എന്തുമാത്രമുണ്ടെന്നറിയാൻ പിശാച് പരീക്ഷിക്കും, മനുഷ്യരും പരീക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, മദ്യം കഴിക്കുമോ എന്ന് പരീക്ഷിച്ച് നോക്കും. ദാനിയേലിനെ നമുക്കറിയാം, മദ്യം കൊടുത്താൽ കുടിക്കുമോ നോക്കാം, പരീക്ഷിക്കും. എല്ലാ തരത്തിലും ഏത് പാപത്തിൻ്റെ പ്രലോഭനങ്ങളും വരും. നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട് എന്നുള്ള പ്രലോഭനം വരും. പ്രിയപ്പെട്ടവരെ, നാം ഒന്നിലും പതറിപ്പോകേണ്ട കാര്യമില്ല. ഉറച്ചു നിൽക്കുക, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പുള്ളവനാകുക. ഒന്നും പ്രതികൂലമല്ല പ്രിയപ്പെട്ടവരെ. കാരണം എല്ലാ കൂരിരുട്ടിൻ്റെയും വടിവിൽ ഒരു തേജസ്സുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേലിൻ്റെ പഴയ നിയമ കൂടാരം മൃഗത്തിൻ്റെ തോലുകൊണ്ട്, ആടിൻ്റെ തോലുകൊണ്ട്, പുള്ളിയും മറവും പല നിറമുള്ള ആടിൻ്റെ തോലുകൊണ്ട് മേഞ്ഞതായിരുന്നു ഇസ്രായേലിൻ്റെ പഴയ നിയമ കൂടാരം. പക്ഷേ ആ പഴയ നിയമ കൂടാരത്തിനകത്ത് വലിയൊരു തേജസ്സുണ്ടെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ മോശയ്ക്കറിയായിരുന്നു, വിശ്വാസികൾക്കറിയാമായിരുന്നു. പുറമേ നോക്കിയാൽ ഒരു ഭംഗിയുമില്ലാത്തതായ ആ സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് ദൈവം ഇറങ്ങി വരുന്നൊരു സ്ഥലമുണ്ട്, ദൈവം ഇറങ്ങി വരുന്നൊരു തേജസ്സുണ്ട്. സഹോദര, നിനക്ക് പുറമേ നേന്മയൊന്നുമില്ല, നിനക്ക് വലിയ അറിവൊന്നുമില്ല, വലിയ കഴിവൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. നീ ആ മനുഷ്യൻ്റെ ഭാര്യയെ അവിടെ കഴിയുന്നേ ഉണ്ടാവുള്ളൂ. നീ ഒരു അപ്പയായിട്ടോ വിധവയായിട്ടോ അവിടെ കഴിയുകയായിരിക്കാം, പട്ടിണി പാവമായിരിക്കാം, ദാരിദ്ര്യത്തിൽ മുങ്ങിയവളായിരിക്കാം. പക്ഷേ നിന്റെ അകത്തൊരു തേജസ്സുണ്ട്. നിന്റെ അകത്ത് അരിമനാഥൻ ഇറങ്ങി വരുന്ന ഒരു ഹൃദയമുണ്ട്. നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുന്ന ഹൃദയം നിനക്കുണ്ട്. നിന്റെ അകത്തൊരു ദീപമുണ്ട്, നിന്റെ അകത്തൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം ലോകം കാണുന്നില്ല, പക്ഷേ കാണുന്ന ഒരുവനുണ്ട്. അവൻ്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗികളെ ഓർത്തും പ്രാർത്ഥിക്കാം, തകർന്നവരെ ഓർത്തും പ്രാർത്ഥിക്കാം, നിരാശപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം, എരുവഞ്ചിയിൽ കാല് ചവിട്ടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടയവൻ നമ്മുടെ മധ്യത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇസ്രായേലിന്റെ സമാഗമന കൂടാരത്തിൽ ഹോമയാഗമൊരുക്കുന്നതായ ഹോമയാഗ പീഠമുണ്ട്. അവിടെ ഒരു സുഗന്ധ പീഠമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സുഗന്ധ പീഠത്തിന്റെ മുമ്പിലാണ് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന സ്ഥലം. ആ സുഗന്ധ പീഠത്തിന് 4 കൊമ്പുകളുണ്ട്. ആ കൊമ്പുകളിൽ ആ യാഗം കഴിച്ച ആടിന്റെ രക്തം പുരട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാമും പ്രാർത്ഥിക്കുന്നത് ആ രക്തം പുരട്ടിയ കൊമ്പുകളിലേക്ക് നോക്കിക്കൊണ്ടാണ്. അവിടെയാണ് അരിമനാഥന്റെ രക്തം പുരട്ടിയിരിക്കുന്നത്. കാൽവരിയിൽ മരിച്ചതായ നമുക്ക് വേണ്ടി തകർന്നവനായ അരിമനാഥന്റെ രക്തം പുരട്ടിയ ആ കൊമ്പുകളിലേക്ക് ആയിരിക്കട്ടെ നമ്മുടെ നോട്ടം. ഭർത്താവിലേക്കല്ല മകളെ, ഭർത്താവിലേക്കല്ല, പാവപ്പെട്ട മക്കളിലേക്കല്ല, രോഗിയായ കുഞ്ഞിലേക്കല്ല, നിന്റെ ദാരിദ്ര്യത്തിലേക്കല്ല, നിന്റെ പട്ടിണിയിലേക്കല്ല, നിന്റെ ചെറ്റപ്പുറയിലേക്കല്ല, നിന്റെ സഹായതയിലേക്കല്ല. എൻ്റെയും നിന്റെയും കണ്ണ് ആ രക്തം പുരട്ടിയതായ ആ കൊമ്പുകളിലേക്കൊന്ന് നോക്കുക. അരിമനാഥന്റെ ചങ്കില ചോര കൊണ്ടുവരുന്നതായ ആ കൊമ്പുകളിലേക്ക് നോക്കുക. അവിടുന്ന് പാപമോചനമുണ്ട്, അവിടുന്ന് സമാധാനമുണ്ട്, അവിടുന്ന് സൗഖ്യമുണ്ട്. അരിമനാഥന്റെ രക്തത്തിന്റെ തണലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ രക്തമാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. ആ രക്തം നിങ്ങളെ തുണൽക്കട്ടെ, ആ രക്തം നിങ്ങളെ സൗഖ്യമാക്കട്ടെ, നിങ്ങളുടെ കറ കഴുകട്ടെ, നിങ്ങളുടെ പാപം കഴുകട്ടെ, നിങ്ങൾ വിശുദ്ധരായി തീരുവീൻ. ഭാവിയുണ്ട് പ്രിയപ്പെട്ടവരെ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കൊമ്പുകളിലെ രക്തത്തിലേക്ക് നോക്കുവീൻ, ക്രൂശിലെ രക്തത്തിലേക്ക് നോക്കുവീൻ. ആശയുള്ളവരാകുവീൻ, പ്രത്യാശ കൊണ്ട് നിറയുവീൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ശാപങ്ങൾ മാറട്ടെ, നല്ല കാലം വരട്ടെ, സമാധാനകാലം വരട്ടെ. ഒരേ ഒരു ലക്ഷ്യം മാത്രം, അരിമനാഥന്റെ മണിയറയിൽ ചേരുക, പുതിയ പ്രത്യാശയുള്ളവരാകുക, മണിയറയിൽ ചേരുക, മണവാളനോടൊപ്പം ചേരുക. കരങ്ങളെ താഴ്ത്തിയിടുക. ദൈവനാമം മഹത്വപ്പെടുന്നവരാകട്ടെ.